മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വാർത്തകളെ കൊണ്ട് പറയാൻ. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ AJ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കൂ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ആദ്യം ഭാര്യയെ ഉപേക്ഷിച്ചു, ഇപ്പൊ അമ്മയെയും ഉപേക്ഷിച്ചു എന്നാണ്. അത് ആലോചിച്ച് നോക്കിയപ്പോ വളരെ ശരിയാണ്. ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, ഞാനാണ് ദൈവത്തിന്റെ അവതാരം, അല്ലെങ്കിൽ ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ബയോളജിക്കലി ജനിച്ചതല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പറയുന്നത് ആരെയാണ്? നമ്മുടെ അമ്മയല്ലേ. നമുക്ക് ഇന്ന് ഇത്തിരി മോട്ടിവേഷൻ ഒക്കെ കേട്ടിട്ട് തുടങ്ങിയാലോ, ദിവസം കുറച്ച് നല്ല എനർജിയില്. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ഉണ്ടോ? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതിയോ? സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്ന വീഡിയോ ആണ് ഇത്. എല്ലായിടത്തും വൈറലാണ്. നിങ്ങൾ ഈ ജീവിയെ മുമ്പ് എങ്ങാനും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇത്തരത്തിൽ വന്ന് പച്ചത്തെറി പറയുന്നതിന് 4 ലക്ഷം രൂപ പൈസ വാങ്ങുന്ന ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രൻ ആണത്രേ ഇത്. അറിയാത്തത് എന്റെ കുഴപ്പട്ടോ, പുള്ളിയുടെ കുഴപ്പമല്ല. പച്ചത്തെറി പറഞ്ഞാണത്രേ ഇത്തരത്തിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇടയ്ക്കൊന്ന് പണി പാളി ആത്മാഭിമാനമുള്ള മനുഷ്യർ ഇരിക്കുന്നിടത്ത് വന്ന് പച്ചത്തെറി അഭിഷേകം ആരംഭിച്ചപ്പോ അവരിറക്കി വിട്ടു. സത്യം പറയട്ടെ, എനിക്ക് ഈ മോട്ടിവേഷൻ പറയുന്ന ആളുകൾ എന്തോ കാരണം കൊണ്ട് തീരെ ഇഷ്ടമല്ല. ഇവരിങ്ങനെ വന്ന് മോട്ടിവേഷനും മറ്റതും മറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നും എന്തോ കാലിൽ നിന്നൊരു പെരുപ്പൂര്. എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? അവർ ഭയങ്കര കൃത്രിമത്വമുള്ളവരായി തോന്നും. നമുക്ക് ഇനിയിപ്പോ മോട്ടിവേഷനൊക്കെ തോന്നുന്നെങ്കിൽ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പോരെ, നമ്മുടെ ലൈഫിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ പോരെ. പിന്നെ എന്തിനാണ് വേറെ മോട്ടിവേറ്റർമാർ? ഇത്തരത്തിൽ പച്ചത്തറി പറയുന്നവരാണെങ്കിൽ തീരെ നമ്മൾ അടുപ്പിക്കുകയും വേണ്ട അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മോട്ടിവേഷൻ സ്പീക്കർമാർക്കൊക്കെ എന്തോ ഒരു തകരാറുണ്ടെന്ന്? നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും വിഷം ചീറ്റുന്നതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. मुल्ला मदरसा और माफिया का सूत्र हाथ में आया है। भाई बैठ जाओ, अब तुम बैठ जाओ. അമ്മ, മണ്ണ്, മനുഷ്യൻ എന്നിവയ്ക്ക് പകരം മുസ്ലിം, മദ്രസ, മാഫിയ എന്നാണ് അത്രേ പുതിയ സൂത്രവാക്യം. മമതാ ബാനർജി നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി ബംഗാളിനെ സ്വർഗമാക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരോലിയക്കാരായ നിങ്ങൾ പറ, ഈ നുഴഞ്ഞുകയറ്റക്കാരെ നമ്മൾ തടയണോ അതോ വേണ്ടേ എന്നാണ് അമിത്ഷാ മൈക്കൊക്കെ കെട്ടി ഉറക്കെ വിളിച്ചു ചോദിക്കുന്നത്. AJ ഫിലിപ്പ് പറഞ്ഞതുപോലെ അമ്മയെയും ഭാര്യയെയും ഒക്കെ തള്ളിപ്പറഞ്ഞവരാണ് ഇപ്പൊ നമ്മളെ മദ്രസ, മുസ്ലിം, മാഫിയ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നത്. പോയിനടാന്ന് മാത്രമേ പറയാനുള്ളൂ ഇവരോട്. ನಾನು ಅಂತರ್ಜಾತಿ ವಿವಾಹ ಮಾಡ್ಕೋಬೇಕು ಅಂತ ಇದ್ದೆ, ಆಗ್ಲಿಲ್ಲ. ಹುಡುಗಿನೇ ಒಪ್ಪಿನೂ ಆಗಲ್ಲ. ನಾವು ಓದುವಾಗ ಒಂದು ಹುಡುಗಿ ಜೊತೆ ಸ್ನೇಹ ಮಾಡ್ಕೊಂಡಿದ್ದೆ. ഇങ്ങനെ വൃത്തികെട്ട വിദ്വേഷ പ്രസംഗങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നതിനിടയിൽ കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുടെ നല്ല രസമുള്ള ഒരു വീഡിയോ കണ്ടു. നരേന്ദ്രമോദിയും കൂട്ടരും ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ വിഭജിക്കുമ്പോൾ സിദ്ധരാമയ്യ നല്ല രസമുള്ളൊരു കഥ പറയുന്നു. അതിൽ രാഷ്ട്രീയവുമുണ്ട്. പണ്ട് ലോ കോളേജിൽ പഠിക്കുമ്പോൾ സിദ്ധരാമയ്യയ്ക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. പെൺകുട്ടി വേറെ ജാതിയിൽപ്പെട്ട ആളായിരുന്നു. വിവാഹം കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജിന് സിദ്ധരാമയ്യ ആഗ്രഹിച്ചെങ്കിലും പെൺകുട്ടി സമ്മതിച്ചില്ല, അവളുടെ വീട്ടുകാരും അനുവദിച്ചില്ല. സിദ്ധരാമയ്യ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും എന്നാൽ അവളുടെ വീട്ടുകാരോ ഇവരൊക്കെ സമ്മതിക്കാതെ ഈ ജാതി വ്യവസ്ഥ കാരണമാണല്ലോ. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ജാതി മാറിയിട്ടുള്ള ഒരു വിവാഹം സാധ്യമേ ആയിരുന്നില്ല. കാലം മാറി, കഥ മാറി. മക്കളെ, നിങ്ങളൊക്കെ ഇഷ്ടമുള്ളവരെ വിവാഹം കഴിച്ചാൽ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്റെ പിന്തുണ മാത്രമല്ല, സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും എന്നാണ് സിദ്ധരാമയ്യ പ്രഖ്യാപിക്കുന്നത്. ജനം ആർത്ത് വിളിച്ച് കൈയടിക്കുകയാണ് ആ പ്രസംഗത്തിന് വേണ്ടിയിട്ട്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് അമിത്ഷായെയും മോദിയെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. ഈ കിണറ്റിലിടാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ക്ലീശയാണെങ്കിലും ഒന്നുകൂടെ പറയുമ്പോൾ ഒരു സുഖം. സംശയമുണ്ടെങ്കിൽ ഇന്നലെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ച ഒരു വീഡിയോ നോക്കൂ. कांग्रेस और इंडी वालों के लिए देश में भी बड़ा उसका अपना वोट बैंक है. इन लोगों ने वोट बैंक के लिए देश का विभाजन करवाया. एक भारत और दो मुस्लिम राष्ट्र बनाए. കേട്ടോ,
നിങ്ങൾ കേട്ടോ, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമ എന്നൊക്കെ പറയുന്നവരെ അറസ്റ്റ് ചെയ്യും. വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയെ വിഭജിച്ച് 2 മുസ്ലിം രാഷ്ട്രങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി. രാമക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസ് എതിര് നിന്നു. എന്താല്ലേ, ഒരു പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. നാണം തോന്നില്ല ഇയാൾക്ക്? ഇന്ത്യ മുസ്ലിം രാജ്യമാണ്, 2 മുസ്ലിം രാജ്യമാണ് ഉണ്ടാക്കിയെന്ന്. ഇയാളുടെയൊക്കെ മനസ്സിൽ മനുഷ്യരോടുള്ള വെറുപ്പിന്റെ അളവ് എത്ര ഭയങ്കരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. മോദി പിന്നെ പറയുന്നത് പഴയ പല്ലവികളൊക്കെ തന്നെയാണ്. സ്വത്തുക്കളുടെ ആദ്യാവകാശി മുസ്ലിം ആയിരിക്കും, മുസ്ലിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് നൽകി ദളിത് ആദിവാസി സംവരണം തട്ടിപ്പറിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളി. എന്തൊരു വർഗീയതയും വിദ്വേഷവും വെറുപ്പുമാണ് ഈ ചീറ്റുന്നത് അല്ലേ? ചാണക കമ്മീഷൻ ഇതൊന്നും കാണുന്നില്ല. മോദിക്ക് എന്തും പറയാം. സുപ്രീം കോടതി ഇന്നലെ നമ്മളെ വീണ്ടും തേച്ച് ഒട്ടിച്ച ദിവസമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വോട്ടിംഗ് നമ്പറും ശതമാനവും ഒക്കെ കൃത്യമായി പുറത്തുവിടണം, ഫോം 17C പുറത്തുവിടണം എന്ന കേസിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇടപെടാനൊന്നും കോടതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ട് പിലാത്തോസിന്റെ പോലെ പോയി. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇടപെടാന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിൽ ഇടപെടുന്നത്? ഈ ഡിനോസറുകൾ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്തിനാണ് കോടതി പരിശോധിക്കുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയാണ്? VVPAT എണ്ണേണ്ടെന്ന് പറഞ്ഞതും ഇതേ കോടതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതായി. അല്ല ചങ്ങായിമാരെ, വോട്ടിങ്ങിന്റെ ഈ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടാൽ, ഇത് പ്രസിദ്ധീകരിച്ചാൽ എന്താണ് കുഴപ്പം? തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിക്കും ഇതൊന്ന് വിശദീകരിക്കാമോ? ഉത്തരം: ബൂത്ത് തല വോട്ടിംഗ് കണക്കുകൾ ഫോം 17C പുറത്തുവിട്ടാൽ എന്താണ് പ്രശ്നം? ഇത് ഒളിച്ചു വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കില്ലേ? ശരിക്ക് 2-3 ദിവസമായിട്ട് ഞാൻ ഇത് പറയുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി എന്റെ സമാധാനത്തിന് വേണ്ടി പറയുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കും ദിവസങ്ങൾക്ക് ശേഷം കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. പെർസെന്റേജ് നോക്കുമ്പോൾ ഒരു 5, 6, 2, 3, 4, 5, 6 ഇടയ്ക്കുള്ള ശതമാനമാണ്. പക്ഷെ വോട്ടിന്റെ എണ്ണത്തിൽ അത് വലിയ നമ്പറാണ്. औरंगजेब सबसे क्रूर मुगल बादशाह था. औरंगजेब ने एक कर लगाया था, उसका नाम है जजिया कर. आज कांग्रेस भी अपने मैनिफेस्टो में जजिया कर की बात करती है. ये जजिया कर क्या है? जो उन्होंने विरासत टैक्स की बात की है. യോഗി ആദിത്യനാഥ് മധ്യപ്രദേശിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രസംഗിക്കുന്നതാണിത്. കോൺഗ്രസ് പ്രകടന പത്രിക ഔറംഗസേബിന്റെ ജസിയ നികുതി പോലെയാണ്. കൃഷ്ണ ജന്മഭൂമിയും ഭോജ്ശാല ക്ഷേത്രവും ഒക്കെ കോൺഗ്രസിന് കീഴിൽ നടക്കില്ല. പകരം നിങ്ങൾ ഔറംഗസീബ് ജസിയ നികുതി വീണ്ടും നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത്. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയണമെങ്കിൽ ഞങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരേണ്ടി വരുമെന്ന് തന്നെയാണ് യോഗി പ്രസംഗിക്കുന്നത്. ഇത് മെയ് 4-ാം തീയതിയിലെ പ്രസംഗമാണ്. വർഗീയതയും വിഭജനവും അപരവിദ്വേഷവും പള്ളി പൊളിക്കലും ഒക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മളോട് പറയാത്ത ഒരു സുപ്രധാന വാർത്തയെക്കുറിച്ചാണ് യോഗി സംസാരിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോജ്ശാലയിലുള്ള കമൽ മൗല മസ്ജിദ് പൊളിക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭോജ്ശാല സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നാണ് ചിലരുടെ അവകാശവാദം. പള്ളിക്ക് താഴെ അമ്പലമുണ്ടോ എന്ന് അറിയാനുള്ള ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ വിശ്വാസികൾ കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ട് അവിടെ നിസ്കരിച്ചിട്ട് പ്രതിഷേധിച്ചു. 1-2 മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഷയം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പുകഞ്ഞു കത്തുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ 64 ദിവസമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനനം അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളോട് ഏതെങ്കിലും മാധ്യമം ഇക്കാര്യം പറഞ്ഞോ? കമൽ മൗല മസ്ജിദ് ആണോ സരസ്വതി ക്ഷേത്രമാണോ എന്നൊക്കെ യോഗി ആദിത്യനാഥ് തീരുമാനിക്കും. കേസ് ഏതായാലും സുപ്രീം കോടതി വരെ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് നീതിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ കനി കുസൃതി നടിയാണ്, മൈത്രേയന്റെ മകളാണ്. ഇന്നലെ കാൻ ചലച്ചിത്രോത്സവത്തിൽ മലയാളിയായ കനി എത്തിയത് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാതിമുറിച്ച തണ്ണിമത്തന്റെ രൂപത്തിലുള്ള ഒരു വാനിറ്റി ബാഗുമായിട്ടാണ്. എങ്ങനെയാണ് വാട്ടർമെലൻ പാലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായി മാറിയത് എന്ന് നിങ്ങൾക്കറിയാമോ? വാട്ടർമെലന്റെ കളർ നോക്കൂ, പച്ച, ചുവപ്പ്, കറുപ്പ്, കുരു, അങ്ങനെയാണല്ലോ. പാലസ്തീൻ പതാകയുടെ നിറമാണിത്. പാലസ്തീൻ പതാക കൊണ്ടു നടക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഒക്കെ ഇസ്രായേലിന്റെ വിലക്ക് കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ മുറിച്ചു വെച്ച തണ്ണിമത്തൻ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി മാറിയത്. പാലസ്തീനെ പിന്തുണച്ചുള്ള പോസ്റ്റുകൾക്കും എഴുത്തുകൾക്കും കുറിപ്പുകൾക്കും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വിലക്കുണ്ട്. ഫേസ്ബുക്ക് ഇവയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പിടിച്ചു വെക്കുന്നു എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് ആളുകൾ പലപ്പോഴും പാലസ്തീൻ പതാകയ്ക്ക് പകരം പ്രതീകാത്മകമായി തണ്ണിമത്തനാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇന്നലെ മലയാളിയായ നമ്മളിൽ ഒരാളായ കനി നമുക്കൊക്കെ വേണ്ടി കാൻ ചലച്ചിത്രോത്സവത്തിലെ റെഡ് കാർപ്പറ്റിൽ വന്നു നിന്നുകൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യം പറഞ്ഞു. ലോകം മുഴുവൻ വൈറലാണ് കനിയുടെ ഈ ചിത്രവും ആ വിഷ്വൽസും ഒക്കെ. മലയാളി എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം. കനി, വളരെ നന്ദി.
കനി കുസൃതി പ്രധാന കഥാപാത്രമായി എത്തുന്ന ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ഒരു സിനിമയുടെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കാൻ ഫെസ്റ്റിവലിന് എത്തിയത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പാമ്പിന് മത്സരിക്കുന്ന ഒരു ഇന്ത്യൻ ചിത്രം വരുന്നത് തന്നെ കനി കുസൃതിക്കൊപ്പം മലയാളിയായ നടി ദിവ്യപ്രഭയുണ്ടായിരുന്നു. कल मैंने कुछ टीवी चैनल्स को इंटरव्यू दिए जी, उन इंटरव्यूज को ब्रॉडकास्ट नहीं करने दिया गया. पीएमओ से फोन चला गया, केजरीवाल के इंटरव्यू नहीं चलाओगे. ये तानाशाही नहीं तो और क्या है? കണ്ടോ കേജ്രിവാൾ സംസാരിക്കുന്നത്? ഇതാണ് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലവാരം. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂസ്, ഒരു ദേശീയ പാർട്ടിയുടെ നേതാവിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് PMOയുടെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇവിടെ ജനാധിപത്യം തന്നെയാണോ ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്? ജനങ്ങൾ ഇനി ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നാട്ടിൽ എന്താണ് നടക്കുന്നത്? എങ്ങനെയാണ് ജനങ്ങൾ അറിയുക? ശരിക്കും ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായിരിക്കുന്നു.